മലയാള പടത്തിന് ഇതുവരെ വന്നിട്ടില്ലാത്തൊരു കിടിലൻ പടം, തീപ്പൊരി പടമായിരിക്കും. സൂപ്പർ പടം. 2255 നമ്മൾ ലാലേട്ടൻ്റെ കാറാണ്, എൻ്റെ സ്വന്തം കാറാണ്. ട്രെയിലർ കണ്ടതുപോലെയാണ് തോന്നുന്നത്. അത്ര കിടിലമായിരുന്നു. എന്തായാലും ഒരു മിനിറ്റ് ടീസർ കൊണ്ട് ഇത്രയും വിജയം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാർച്ച് 27 വൻ ഹിറ്റായിരിക്കും അടിക്കാൻ പോകുന്നത്. സർവ്വകാല റെക്കോർഡായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അത്ര ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പൃഥ്വിരാജിന് താങ്ക്സ്. ആ സിനിമയുടെ തലവര മാറാൻ പോകുന്ന ഐറ്റം ബ്രഹ്മാണ്ഡ ചിത്രം. ഇതിൽ കൂടുതൽ ഇനി ഒരു വാക്കില്ല ഇതിന്. ഒരിക്കലും ഇല്ല. ഇത് ബ്രഹ്മാണ്ഡ ഒരു ഹോളിവുഡ് ലെവലിൽ എടുത്തിരിക്കുന്നു. അതിനി നമുക്ക് ടീസറിന് ഇതേ ഒരു ആവേശമാണെങ്കിൽ പടം ഇറങ്ങുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു എന്താണ് സ്വപ്ന ലോകത്ത് നിൽക്കുകയാണ് ഇപ്പോൾ. അത്രയ്ക്ക് ബ്രഹ്മാണ്ഡ ഐറ്റം, ഒരു രക്ഷയില്ല. വിസ്മയമാണെന്നുള്ളതിന് മലയാള സിനിമയെ പാൻ ഇന്ത്യ തലത്തിൽ ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യിപ്പിച്ചുള്ളത് ലാലേട്ടന്റെ പടങ്ങളാണ്. ദൃശ്യമായാലും പുലിമുരുകനായാലും ലൂസിഫർ ആയാലും. ഇനി അതിനുശേഷം മലയാള സിനിമയെ ആഗോള വിപണിയിൽ ഏറ്റവും വലിയ പടമാക്കാൻ പോകുന്ന ചിത്രമായിരിക്കും എമ്പുരാൻ 2 എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമുക്ക് 500 കോടി മിനിമം വരുമെന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇതുവരെയുള്ള സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് ലാലേട്ടന്റെ എമ്പുരാൻ തകർത്ത് വരും. മാലപ്പടക്കത്തിന്റെ തിരി മാത്രമേ കൊളുത്തിയിട്ടുള്ളൂ. നമുക്ക് മാർച്ച് 27 വരെ കാത്തിരിക്കാം. എക്കാലത്തെയും ഒരു വമ്പൻ ഹിറ്റിന് വേണ്ടി എല്ലാ റെക്കോർഡുകളും, അതായത് ടീസർ ഉൾപ്പെടെ, ട്രെയിലർ ഉൾപ്പെടെ, ഉൾപ്പെടെ എല്ലാ സകലമായ റെക്കോർഡുകളും ലാലേട്ടന്റെ പേരിൽ ഈ എമ്പുരാൻ എന്ന തമ്പുരാനെ കാണാൻ ഈ എണ്ണങ്ങളിന് വേണ്ടി ഈ ആയിരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയുടെ തലവര മാറ്റിമറിക്കാൻ എമ്പുരാൻ വന്നിട്ടുണ്ട്. இது வெறும் ட்ரெய்லர் தான். மெயின் பிக்சர் இன்னும் பார்க்கல. பார்த்தா இந்த பாக்ஸ் ஆபீஸை கொண்டாடுவோம். இந்த കേരളക്കര ഉറപ്പായിട്ടും ഇതിപ്പോ എന്തൊക്കെയാണ് നടക്കാമെന്നത്, അതായത് പുതിയ ബെഞ്ച് മാർക്കാണ്. ഇവിടെ ദൃശ്യം തുടങ്ങി വെച്ചത്, പുലിമുരുകൻ തുടങ്ങി വെച്ചത്, ലൂസിഫർ തുടങ്ങി വെച്ചത്, ഇതിനകത്ത് എമ്പുരാൻ പുതിയ ബെഞ്ച് മാർക്കോടെ തുടങ്ങി വെക്കും. അതായത് മലയാളത്തിന്റെ ന്യൂ മാർക്കറ്റ് എന്തെന്ന്, മലയാളത്തിലെ മാക്സിമം, അതായത് മോളിവുഡിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്തെന്ന് ഈ ചരിത്രം, അതായത് ഇതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്തെന്ന് ഈ പടം കാണിച്ചത്. അതായത് നമുക്കും ഒരു KGF ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. മലയാള സിനിമയുടെ ചരിത്രമായിരിക്കും. മലയാള സിനിമ വ്യാവസായികപരമായിട്ട് എത്രത്തോളം മുകളിലെത്താൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളക്കരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ടീസറിന് ഇതുപോലെ ഒരു ഫാൻ ഷോ വയ്ക്കാൻ മോഹൻലാൽ ഫാൻസിനല്ലാതെ വേറെ ആരെ സജസ്റ്റ് ചെയ്യും? ഫാൻസുകാർ തമ്മിൽ മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം മുതൽ അങ്ങറ്റം വരെ ഉള്ളവർക്കും മത്സരമാണ്. നമ്മൾ തന്നെ എത്ര തിയേറ്ററിൽ അവരവരെ ശക്തി തെളിയിക്കും. എല്ലാം മാർച്ച് 27 വെയിറ്റിംഗ് ആണ്. എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ഈ കണ്ടത് ഇത് റിലീസല്ല, ജസ്റ്റ് ഒരു ടീസർ മാത്രമാണ്. മലയാള സിനിമയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയുടെ ടീസറിന് ഇത്രയും ഗംഭീര വരവേൽപ്പ് നമ്മുടെ തലസ്ഥാനത്ത് ലാലേട്ടന്റെ തട്ടകത്തിൽ. ഒറ്റ കാര്യം പറയാം, നമുക്ക് തെലുങ്കില് രാജമൗലി ബാഹുബലി നമ്മൾ വണ്ടടിപ്പിച്ചു. അതേ കണക്ക് കന്നഡയിൽ KGF പ്രശാന്തിയിൽ നമ്മൾ വണ്ടടിപ്പിച്ചു. അതേ കണക്ക് ഈ പടം നമുക്ക് വണ്ടടിപ്പിക്കേണ്ട ഒറ്റ പടമായിരിക്കും. അതായത് പാനിന്റെ ലെവലിലുള്ള പടമായിരിക്കും. ഉറപ്പാണ്. ഈ പറഞ്ഞ പോലെ ലൂസിഫർ ഫ്രാഞ്ചൈസ്, അതായത് 2 മാത്രമല്ല 3 ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പടത്തിന്റെ ഒരു ഇന്നർ റെയിൽ നമ്മൾ പറഞ്ഞുകൂടാ. അതായത് ഗോപിയുടെ പോസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ഐസ് ലെയറിന്റെ മുകൾ ഭാഗം അനുസരിച്ച് താഴത്തെ നമുക്ക് എന്താണ് നടന്നത്, ആ ഐസ് ലെയറാണ് ഈ പടം. ഇനിയും ഒരു ഫ്രാഞ്ചൈസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഈ പറഞ്ഞ അഭിമാനിക്കാമെന്നുള്ള പടമായിരിക്കും. 500 കോടി ഉറപ്പിച്ച് അത്ര സാറ്റിസ്ഫാക്ഷനും സന്തോഷത്തോടെയാണ് ഇറങ്ങി പോണ. ലാലേട്ടന് ഒരു രക്ഷയില്ല, ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇല്ല, ചെറിയ പടം ഭയങ്കര ഗംഭീര പടമായിരിക്കും. സൂപ്പർ ടീസർ, സൂപ്പർ ഞെട്ടിക്കും. സൂപ്പർ സിനിമ, ഞെട്ടിക്കും. തീർച്ചയായിട്ടും കാത്തിരിക്കുന്നുണ്ട്.
ഗംഭീരം ഗംഭീരം ഓ ചെവി കിളിങ്ങി പോയി ഗംഭീരം. അടിപൊളിയായിരുന്നു, സൂപ്പർ തിയേറ്റർ. നമുക്ക് കാത്തിരിക്കാം. അടിപൊളി ഈ സാധനം ഒരേ ഒരു രാജാവ് ലാലേട്ടൻ തന്നെ പൊളി. മലയാള സിനിമയായിട്ട് തോന്നിയായിരുന്നു എൻ്റെ ഒരു ടീച്ചർ കണ്ടിട്ട്. ഒരു ഹോളിവുഡ് ലെവലുണ്ട്. സൂപ്പർ, എന്തിനു പറയാം, ഒന്നുമില്ല, ഒരു സൂപ്പർ. ചെറിയ ഒന്നുമല്ല പൊന്നെ, ഇത് വലിയ പടം. പൃഥ്വിരാജ് സൂപ്പർ. കൊള്ളാം, നല്ല വിഷ്വൽസ്, നല്ല BGM, നല്ല വർക്കാണ്. വർത്ത് വാച്ച് സാധനം. ട്രെയിലർ നമ്മൾ ടീച്ചർ നമ്മൾ പ്രതീക്ഷ മേളിലിരിക്കുന്ന സാധനം സൂപ്പർ. കിടിലം, ഒന്നും പറയില്ല, കിടിലം. ഏട്ടാ വേറെ ലെവല്, ഒന്നും പറയാം.